ഹായ് എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്നലത്തെ ഒരൊറ്റ മഴയിൽ പെയ്ത് കയറിയ വെള്ളമാണ് കേട്ടോ ഇത്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തിരുവഞ്ചിക്കുടി മഹാദേവ ക്ഷേത്രത്തിൽ കയറിയിട്ടുള്ള വെള്ളമാണ്. തേവര 6 അടി എന്നാണ് കേട്ടോ നമ്മുടെ ഇവിടെ പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലം മുങ്ങും, ദൈവം ഇരിക്കണ ഭാഗം ഫുള്ള് മുങ്ങും. അപ്പോൾ ഇന്നലെ രാത്രി, ഇതിപ്പോൾ പുലർച്ചയിലത്തെ വീഡിയോ ക്ലിപ്പാണ്. അപ്പോൾ ഇപ്പോൾ ഒരു സമയം, ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യണ സമയം ഒരു 10 മണി 10:30 ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വെള്ളം കുറച്ചും കൂടി അധികമായി എന്നാണ് പറയണത് കേൾക്കുന്നത്. കാരണം ഇന്നലെ രാവിലെ മുതൽ നിർത്താണ്ട് പെയ്യണ വെള്ളം ഇന്നും ഇതപ്പോൾ പെയ്ത് തീർന്നിട്ടില്ല. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വരെ, ദൈവം ഇരിക്കണതിൻ്റെ ഉള്ളിലേക്ക് വരെ വെള്ളം കയറിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ പാലക്കാടും തൃശ്ശൂരും വയനാട് ജില്ലകൾക്കൊക്കെ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, സ്കൂളുകൾക്കൊക്കെ. അപ്പോൾ അവധി പ്രഖ്യാപിച്ച സ്ഥിതിക്ക് കുട്ടികളൊന്നും വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാണ്ട് സേഫായിട്ട് വീടിനുള്ളിൽ തന്നെ ഇരിക്കുക കേട്ടോ. ഇത് നമ്മുടെ ഓങ്ങല്ലൂരാണ് ഞങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ അവിടെയാണ്. ഈ കാണുന്ന വീടിൻ്റെ മേലെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ അവിടുത്തെ പാടൊക്കെ ഫുള്ള് നിറഞ്ഞൊഴുകി ആകെ പുഴ പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലത്തെ കിണറാണ്. കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ കൈയെത്തിയിട്ട് നമുക്ക് എന്താ പറയുക, വെള്ളം അത്രയും കുടത്തുനിന്ന് പിടിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ ഫുള്ള് നിറയും. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിലൊക്കെ എന്താ പറയുക, മുട്ട് വരെ വെള്ളം കയറിയിട്ടുണ്ട്. അതേപോലെ റോഡിലൊക്കെ അര വരെ വെള്ളം കയറിയിട്ടുണ്ട്. ബസ്സൊന്നും ഓടുന്നില്ല. അപ്പോൾ അത്രയും ഇതായിട്ടുണ്ട്. നമ്മുടെ 2018 ഉണ്ടായ പോലെ തന്നെ ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് അത്ര വെള്ളമൊന്നും കയറില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വീട് കുന്നമ്പുറമാണ്. കാരണം മാത്രമല്ല, വെള്ളം ഇറങ്ങാനുള്ളൊരു സ്പേസും കൂടി നമുക്ക് വേണം. ഈ മരങ്ങളൊക്കെ വെട്ടി ഇല്ലാണ്ടാക്കി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം പോകാനുള്ള സ്പേസ് ഉണ്ടാവില്ല നമുക്ക്. നമ്മുടെ ബാക്കിൽ ഫുള്ള് ഫുള്ള് മരങ്ങളും തൊടി ആയതുകൊണ്ട് വീട്ടിൻ്റെ പുറത്തേക്ക് വെള്ളം പോകാനുള്ള സൗകര്യമുണ്ട്. തൊടിയിൽ കൂടെ വെള്ളം ഇറങ്ങി പോകാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇതൊന്നും അല്ല കേട്ടോ, കുറച്ചും കൂടി വെള്ളം ഉണ്ടായിരുന്നു, കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇതുപോലെ വെള്ളം കയറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അറിയിക്കേണ്ട ആൾക്കാരേനൊക്കെ അറിയിച്ചിട്ട് വേഗം സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് മാറുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു വീടിൻ്റെ പ്രദേശവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വെള്ളത്തിലാണ് നിൽക്കുന്നത്. ഇത് നമ്മുടെ വാഴാലിക്കാവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുപരിചിതമായിരിക്കും വാഴാലിക്കാവ്. നമ്മുടെ ആലിൻ്റെ പകുതിയോളം എന്താ പറയുക വെള്ളം മുങ്ങി കിടക്കുകയാണ്. കൂത്തുമാട മാത്രമേ ഇപ്പോൾ കാണാനുള്ളൂ. അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് തലവേദനയായിരുന്നു. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ടാറ്റാ.